ഞാൻ ജയിലിൽ നിന്ന് വരില്ലെന്ന് വിചാരിച്ച നിങ്ങള് വന്നത് നിങ്ങളെ അന്വേഷിച്ച് നടക്കുക. ബീരാന പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. നിങ്ങൾ രണ്ട് പന്നിയോളം തിരുണോലോ വരൂല, വേറെ ആര് തിരുമേലും. ഇവിടെ എന്താ കക്കാൻ വന്നതാ? അല്ല, ഇവിടെ ഒരു കല്യാണത്തിന് ബിരിയാണി വെക്കാൻ വന്നതാ, നമ്മുടെ ഒരു കൂട്ടുകാരന്റെ. അവിടെയേ ഈ എന്തിനാ വന്നേ? ഞാനും എന്റെ കയ്യാളായിട്ട്. എപ്പോഴാ മലപ്പുറത്തേക്ക്? ഒരാഴ്ച കഴിഞ്ഞിട്ട്. സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ജയിലിൽ മൂട്ട അടിച്ചിട്ട്. അതിനെന്താ, കുളിച്ചിട്ട് ഉറങ്ങിക്കോളി, അപ്പൊ അതിന് പൂവൻ കോയിനൊക്കെ മേടിപ്പിക്കാം. വെള്ളം ചൂടാക്കട്ടെ. അതെന്താ അങ്ങനെ ചോദിച്ചെടുക്കണേ? എനിക്കറിയില്ല വെള്ളം ചൂടാക്കുന്നു. പാപ്പട്ടിയെ, ഈ ബാഗ് അങ്ങാടി ചെന്ന് കോഴിനെ മേടിച്ചോണ്ട് വാ. കുളി കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊയ്തീനിക്കാക്ക് വിശന്ന് തുടങ്ങും. ഇല്ലേ മൊയ്തീനിക്ക? അതൊക്കെ എനിക്കറിയാം, ഞാനായിക്കൊണ്ട്. നീ പോയി വെള്ളം ചൂടാക്ക്. നിങ്ങൾ കോഴിനെ മേടിച്ചോണ്ടോ? നീ പോയി വെള്ളം ചൂടാക്കി. കോഴിനെ മേടിച്ചോണ്ടോ? അല്ല, വെള്ളം ചൂടാക്കാൻ. ഞാൻ പോയി വെള്ളം ചൂടാക്കാം. പിന്നല്ലാതെ ഇതാ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിടാക്കണ്ട കേട്ടോ. മൂപ്പർക്ക് പാകത്തിനുള്ള ചൂട് മതി. ഈ വെക്കോ. ഒരു മിനിറ്റ് മതി നിങ്ങളുടെ കഥ അയക്കാൻ. ഞാൻ പോയി പറഞ്ഞു കൊടുക്കട്ടെ മൊയ്തീനിക്കയുടെ പേരിൽ നിങ്ങൾ ഇവിടെ കിടന്ന് ബലച്ചാണെന്ന്. ഈയും കൊടുക്കും, ഈ ഒച്ചപ്പെടും മജീദ്. അല്ല, ഇതുവരെ തീ പിടിപ്പിച്ചില്ലേ? ഒരു കാര്യം ചെയ്യ്, ഇത് ഞാനായിക്കോളാം. ഈ അങ്ങാടി പോയി രണ്ട് പൂവൻ കോഴി മേടിച്ച് വേണ്ട. വേണ്ട, നിങ്ങൾ പോയി മേടിച്ചോണ്ട് വന്നാൽ മതി. മലപ്പുറം മൊയ്തീൻ അങ്ങാടി പോയി കോയിനെ മേടിക്കേ. മഞ്ചേരി മജീദ് മേടിക്കേ. ഒന്ന് പൊയ്ക്കോ മജീദേ. നിങ്ങൾ അങ്ങനെ ഇപ്പൊ കിടന്ന ആളാവണ്ട. ഇടങ്ങറായല്ലോ പഠിച്ചോനെ. ഇന്റെ മജീദ് ഈ എങ്ങനെ ദയല്ലാത്തവനായാലോ? ആ പെരിച്ചായി കോഴി എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ കയറി ഏറ്റും പോയി. ബാപ്പട്ടി മൊയ്തീനിക്ക, മലപ്പുറത്തേക്ക് എപ്പോഴാ തിരിച്ചു പോണേ? എന്തേ ധൃതി? ഒരാഴ്ച നിങ്ങളുടെ ഇവിടെ കഴിയാം. എന്റെ അല്ലാ. മൊയ്തീനിക്ക, ഇരുട്ടാണ്, ടോർച്ച് മണിയെ കൊണ്ടുപോയിക്കോളൂ. വേണ്ട, ഞമ്മള് പോയിക്കോളാന്ന്. എന്നാ ശരി. മൊയ്തീനിക്ക, ആരാ ഇവിടെ എന്നെ വിളിക്കാൻ? അതിങ്ങനെ നോക്കണ്ട, ഇവിടുത്തെ വിളി കണക്കാക്കണ്ട. ഇന്ന് മൊയ്തീനിക്കാന്നും വിളിക്കും, മജീദ് ഖാനും വിളിക്കും, ജമാൽ ഖാനും വിളിക്കും, പിന്നെ യൂസുഫേനൊക്കെ വിളിക്കുന്നത്. ഈ പോയിട്ട് ആരാച്ചാ നോക്കിയിട്ട് വാ. നിങ്ങളിത് തിണ്ടിന്ന്. ആരാ മജീദ് ഖാൻ ബസ്സിൽ വന്നു? എന്താ മിണ്ടാതെ പോകുന്നത്? എന്റെ പൊന്നസീസ, ഈ ഇവിടുന്ന് പോണ്ട. കൊടുങ്ങല്ലൂർ ഒരു വലിയ കച്ചറ നടക്കുന്നുണ്ട്. അത് ഒത്തീർപ്പാക്കാൻ ഞാനും മൊയ്തീനിക്കയും ചെല്ലണമെന്ന് പറഞ്ഞ് ഭാഷ പിടിച്ച് നിൽക്കാൻ മൂപ്പര്. അപ്പൊ നിങ്ങൾ പോവാ? അന്നെ ഇങ്ങനെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് നമ്മൾ പോവോ? ഇവിടുന്ന് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് നിൽക്കാൻ മൊയ്തീനിക്ക. അതിന്റെ പേരിൽ ബയക്ക് നടക്കുക. ബഹളം ഉണ്ടാക്കാണ്ട് ഈ വേഗ സ്ഥലം കാര്യാക്ക്. ഞാൻ വേഗ സ്ഥലം കാര്യാക്കാനാ പറഞ്ഞത്. ചെല്ല്. മോനിക്ക ശരീരേ ഉള്ളൂ, കണ്ടാമൃഗത്തിന്റെ ആൾക്ക് ബുദ്ധിയില്ലല്ലോ. അത് പിന്നെ എന്നെ പോലെ എല്ലാവർക്കും ബുദ്ധി ഉണ്ടായെന്ന് വരുമോ ബാപ്പുട്ടിയെ? അന്റെ ബുദ്ധിയും ഓന്റെ ശരീരവും എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇന്റെ അല്ലാ. കൂടുതൽ ബാജമൊന്നും വേണ്ട. നാട്ടുകാരെ അറിയണതിന് മുമ്പ് ഓനെ വേഗം ഇവിടുന്ന് കഴിച്ചിലാക്കാൻ നോക്ക്. ഈ ധൈര്യമായിട്ടില്ലേ? ഇന്ന് തന്നെ ഓനെ മലപ്പുറത്തേക്ക് പാർസലാക്കാം. ഒന്നുമില്ല. അത് ഇവിടെ ഒരു വിലീസ് ഉണ്ട്, മൂരി ഹൈദ്രോസ്. ഓൻ നമ്മുടെ മേക്കിട്ട് കയറി. അപ്പൊ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉറുമി എടുത്തോണ്ട് പോന്ന് നമ്മൾ പറഞ്ഞു നോക്കി. നമ്മൾ മലപ്പുറം മൊയ്തീനെ തിരുമാരാണ്. പിന്നെ ഉറുമിയാറ്റി മരച്ചു നോക്കി, കേറ്റില്ല. ആ ഹിമാർ ചോദിക്കാണ്, ആരാ ഈ പന്നി മൊയ്തീൻ? ഓൻ ഹൈദ്രോസിനെ കണ്ടിട്ടുണ്ടോ? അന്റെ മൊയ്തീൻ ഉറുമി മുറിക്കാൻ അറിയോ? ഓനെ കണ്ട നിങ്ങള് വിറയ്ക്കൂലേ? ആ എന്തൊക്കെയാണ് ചോദിക്കണേന്ന്? അവൻ എതിങ്ങാറായില്ലപ്പോ അഞ്ചു ഓരോ. ഞാനെന്താ ചെയ്തേ? ഓൻ എവിടെന്നാ ചോദിച്ചേ? പൊന്നാര മൊയ്തീനിക്ക, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് മലപ്പുറത്ത് പൊക്കോളി. ഊരിന്റെ കാര്യം ഞമ്മളേറ്റ്. വേണ്ട, ഓന്റെ കഥ കഴിച്ചിട്ട് മലപ്പുറത്തേക്കുള്ളൂ. മൊയ്തീനിക്ക, നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട. ഓൻ എന്തിനും മരിക്കാത്തവനാ. മലപ്പുറം മൊയ്തീൻ ആരാണെന്ന് ഞമ്മളോന് കാണിച്ചു കൊടുക്ക. എനിക്ക് ഉറുമി പിടിക്കാൻ അറിയോന്ന്. നടക്കാൻ
ഇനി എന്തെല്ലാം സംഭവിക്കാൻ ആര് കണ്ട്? നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും, വീണത് നമുക്ക് വിദ്യയാക്കാം. ഏ? അല്ല, നിങ്ങളുടെ വിദ്യ കൊണ്ട് ഓം ചെയ്യാൻ പോണെന്ന്. എവിടാ ശൈത്താൻ? എവിടാ കൂലി? ഓനാ ചന്തപ്പരെ കാണുന്നേ. ഉച്ചിരുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാടാ മൂരി. മലപ്പുറം മോയിനെ വെല്ലുവിളിച്ച മൂരി എഴുതരുത്. ചൊല്ലണ്ടി പുറത്തിറങ്ങി വാടാ. മലപ്പുറം മൊയ്തീനെ ഈ അറിയില്ല അല്ലേ? എന്താണ്ടാ കുഞ്ഞാനെ? അച്ഛനും മൊയ്തീൻ വന്നില്ലായിരുന്നെങ്കിൽ നോക്ക്. എങ്ങനെ മൊയ്തീനെ അവിടുന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ നമ്മളെ കല്ലി വെച്ചിട്ടാവും. നീ ഈ അസീസിനോട് പറഞ്ഞിട്ട് ഒരു കാർ ഏർപ്പാട് ചെയ്യാൻ പറ്റും. ചെല്ലി വേഗം വെച്ചു. കണ്ടോ? എന്തായത്? ഇവിടുത്തെ ക്രമസമാധാനം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാനത് സമ്മതിക്കുന്നു. ഞാൻ എന്ത് പണിയായി കാണിച്ചു? പഞ്ചായത്ത് ഇതാ പൂളിക്കടകൻ. മനസ്സിലാവും.
എന്റെ പൂഴിക്കടകിന് ശേഷമാണ് അവന്മാര് ശരിക്കും തോറ്റു തുടങ്ങിയത്. ഒരു പുല്ലല്ല എന്ത് പൂഴിക്കടകൻ, കണ്ണിൽ വണ്ണേരില്ല പൂഴിക്കടകൻ. എന്താ പറയണേ? ഈ എന്ത് കുണ്ടം ചെയ്തെന്നായി പറഞ്ഞേ? എടാ എന്റെ അടിമാലി ഇന്ന് ചന്തല്ല ഇവിടെ. എന്റെ അടിമാലി ഈ വാഴ വന്നത് മൊയ്തീനിക്ക ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ രണ്ടുപേരും ഇടികൊണ്ട്